ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കേരള ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് നടത്തുന്ന 15ാമത് നോട്ടം പെയിന്റിംഗ് എക്സിബിഷന് ഇന്നലെ തുടക്കമായി. കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള പ്രഗത്ഭരായ 35ഓളം ആർട്ടിസ്റ്റുകളുടെ കലാസൃഷ്ടികളാണ് നോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഐസക് നെല്ലാടാണ് ക്യൂറേറ്റർ. സമകാലിക വിഷയങ്ങളും ആർട്ടിസ്റ്റുകളുടെ ഉൾക്കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടം എക്സിബിഷൻ ഈ ഞായറാഴ്ച സമാപിക്കും. ഞാൻ ഫാദർ ഡോക്ടർ സുനിൽ ജോസ്, ദേവഗിരി കോളേജിലെ മലയാള വിഭാഗത്തിലെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ ഒരു 2 വർക്കുകളാണ് ഈ ഒരു ക്യാമ്പിൽ, നോട്ടം എക്സിബിഷൻ എന്ന് പറഞ്ഞ ക്യാമ്പിൽ വച്ചിരിക്കുന്നത്. ഒരു കല എന്ന് പറഞ്ഞാൽ അത് ഓരോ ആൾക്കാരുടെയും സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് എൻ്റെ ചിത്രങ്ങളെ കാണുന്നത്. ഓരോ ചിത്രവും ഓരോ ഡയലോഗായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ചിത്രകാരൻ വരച്ചതിന് ശേഷം അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ചിത്രവും ആ വ്യക്തിയും തമ്മിലുള്ളൊരു സംഭാഷണം സാധ്യമാകും എന്നാണ് ഞാൻ കലയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഏതൊക്കെയായാലും ഈ ഒരു നോട്ടം എന്ന എക്സിബിഷൻ 2025 ഒക്ടോബർ 22 മുതൽ 26 വരെയാണ് ലളിതകലാ അക്കാദമിയിൽ കോഴിക്കോട് ഗാലറി നടക്കുന്നത്. ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കേരള എന്ന് പറയുന്ന ഒരു ചിത്രകാര സംഘമാണ്. ഇത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് ഐസക് നെല്ലാട് എന്ന് പറഞ്ഞ ആളാണ്. ഏകദേശം കുറച്ചധികം ആർട്ടിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ വലിയ സന്തോഷം തോന്നുന്നു. എൻ്റെ പേര് ശ്രീജ പള്ളം. ഞാൻ ഇപ്പോൾ 36 വർഷമായിട്ട് ചിത്രകലാ രംഗത്ത് പ്രവർത്തിച്ചു വരെയാണ്. അപ്പോൾ നോട്ടം എന്ന ഈ പെയിൻറ്റിങ് എക്സിബിഷൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടേക്കാട് വെച്ചിട്ട് ഒരു ചിത്രകലാ ക്യാമ്പ് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വരച്ച ഒരു ചിത്രം ആണ് ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ 2 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചിട്ട് അവിടുത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്കുണ്ടായ ചില പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരച്ചിട്ടുള്ള വിസേജ് ഓഫ് ദി ഡേ എന്ന സീരീസിലൊരു ചിത്രമാണ് അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 35ഓളം ആർട്ടിസ്റ്റുകളാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ പ്രാതിനിധ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ പ്രഗത്ഭരായിട്ടുള്ളതും ലളിതകലാ അക്കാദമിയുടെ ഔദ്യോഗിക പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സിബിഷനാണിത്. എല്ലാ വിഭാഗം വരയിലേക്ക് കടന്നു വരുന്നവരും ഉൾപ്പെടെ എല്ലാ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ചിത്ര പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സമകാലീന ചിത്രകലാ രംഗത്തുള്ള വിവിധ വിഷയങ്ങളും ആർട്ടിസ്റ്റുകളുടെ ഉൾക്കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി വളരെ മനോഹരമായിട്ട് ഈ പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പേര് ഐസക് നെല്ലാട്. ഞാനൊരു 10 വർഷമായിട്ട് ഈ സംഘടനയുടെ ചുമതലയായിട്ടാണ് പോകുന്നത്. ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് നമ്മളിവിടെ ഒരു ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന ഈ ഷോ ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള 15ാമത് ചിത്ര പ്രദർശനമാണ്. 10 വർഷങ്ങളായിട്ട് ഞങ്ങൾ കേരളത്തിൻ്റെ വിവിധ ആർട്ട് ഗാലറികളിൽ, കേരള ലളിതകലാ അക്കാദമിയുടെ വിവിധ ഗാലറികളിൽ ഷോ ചെയ്തു പോരുകയാണ്. 10 വർഷം പിന്നിടുന്ന ഈ സമയത്ത് ഇവിടെ നടക്കുന്നത് 15ാമത് പ്രദർശനമാണ്. അപ്പോൾ ഈ സംഘടനയുടെ പേരിൽ ഞങ്ങൾ നിരവധി ചിത്ര പ്രദർശനങ്ങളും ചിത്രകലാ ക്യാമ്പുകളും ഒപ്പം ചിത്ര വിൽപ്പനയും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന കാശുകൾ ഞങ്ങളെല്ലാം തന്നെ ചാരിറ്റി ചെയ്യുകയാണ്. കൂടുതൽ പൈസകളും ചാരിറ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുക. വിവിധങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിലും ഈ സംഘടന ഇടപെട്ടിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. പിന്നീടുള്ള പല പരിപാടികളിലും ഞങ്ങൾ ഈ ഫണ്ടുകൾ ശേഖരിച്ച് അതിൻ്റെ ഫണ്ടുകൾ ഏതെങ്കിലും സമയത്ത് ഞങ്ങൾ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10 വർഷമായിട്ട് ഇപ്പോൾ ഈ സംഘടന കൊണ്ടുനടക്കുന്നതിൻ്റെ ഒരു ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അധിക പേരും സാംസ്കാരിക പ്രവർത്തകരും ഇതിനകത്ത് പങ്കെടുക്കുന്ന മുഴുവൻ ആർട്ടിസ്റ്റുകളും കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടെന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള ചിത്രകാരന്മാർ, നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള സർക്കാർ ലെവലിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ് ഈ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിലും അവരുടെ സമീപനങ്ങളിലെല്ലാം ഉള്ള ഒരു പിന്തുണയും ബലവുമാണ് എന്നെ ഈ ക്യൂറേറ്റർ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് നയിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഒരു ഷോ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം കോഴിക്കോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക നഗരം കൂടിയാണ്. നല്ല സാംസ്കാരിക ബോധമുള്ള, നല്ല സാംസ്കാരിക നിലവാരമുള്ള, അല്ലെങ്കിൽ ഉയർച്ചയുള്ള ഒരു പ്രദേശത്ത് ഒരു ചിത്രകല ഒരു പ്രദർശനം നടത്താൻ കഴിഞ്ഞതിൽ അതിയായി ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ പേര് സ്മിജ വിജയൻ. ഞാൻ ആർട്ടിസ്റ്റാണ്. കലയായിട്ട് അതുപോലെ കലാകാരന്മാരുമായിട്ട് കാലങ്ങളായിട്ട് നമ്മൾ കലയിൽ പ്രവർത്തനം നടത്തുന്ന ആളാണ്. 2018 കൊച്ചി മുസരിസ് ബിനാലയിൽ വർക്ക് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരവസരം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. നമ്മളുടെ നോട്ടം എന്നുള്ള ഒരു എക്സിബിഷൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇപ്പോൾ കേരള ലളിതകലാ അക്കാദമി കാലിക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കലാകായിക സംസ്കാരത്തിന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കാലിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേരള ലളിതകലാ അക്കാദമി ഗാലറി അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഒരുപാട് കലാകാരന്മാരും കല ആസ്വദിക്കുന്നവരും വരുന്ന സ്ഥലമാണ് കേരള ലളിതകലാ അക്കാദമി. അപ്പോൾ നോട്ടം എന്നുള്ള ഒരു എക്സിബിഷൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നുള്ള പല നല്ല കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് ഈ എക്സിബിഷൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്. നോട്ടം, അതുപോലെ തന്നെ നോട്ടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഈ എക്സിബിഷനിൽ കാണാനും സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് സാറ ഹുസൈൻ. സ്ഥലം കൊച്ചിയാണ്. മട്ടാഞ്ചേരിയിലാണ് ആർട്ട് ഗാലറി സ്റ്റുഡിയോ ഒക്കെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ചിത്രകലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഒരു ജീവിതമാർഗവും ആണ്. അതിലുപരി എൻ്റെ ഉള്ളിൽ ഒരുപാട് വികാരങ്ങൾ പുറന്തള്ളുന്ന, മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാൻ ഇതാക്കുന്നത്. എനിക്ക് 2023 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പുതിയ സീരീസ് വാട്ട് ദി ബോഡി സേസ് എന്ന് പറയുന്ന സീരീസിലാണ്. അത് കൂടുതലും നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്വാതന്ത്ര്യമില്ലായ്മ, ഒരു 50 ഏജിന് മുകളിൽ സ്ത്രീകൾ വീട്ടിലകപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ അവരെക്കുറിച്ച് നമ്മൾ ഒരുപാട് അറിയുമ്പോൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്ത ഒരു സീരീസാണ്. പിന്നെ അതുപോലെ 2023 എനിക്ക് ബിനാലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, കൊച്ചി മുസ്ലിസ് ബിനാലെ. അതൊക്കെയാണ് ഞാനെന്ന ചിത്രകാരിക്ക് ഇതുവരെയും ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവനാണ്. അതാണ് എന്നെ നിലനിർത്തുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ആർട്ട് ഗാലറിയിലാണ്. അവിടെ എൻ്റെ 2 ഷോകൾ നടക്കുന്നുണ്ട്. അതിൽ 2ലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ചിത്രത്തെക്കുറിച്ച് ആർട്ടിസ്റ്റ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ വന്ന് കണ്ട് കാണികൾ അതിനെ വിലയിരുത്തി അതിനെക്കുറിച്ച് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ നെക്സ്റ്റ് നമുക്കത് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്ന. കേരള ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് നടത്തുന്ന 15ാമത് നോട്ടം പെയിന്റിംഗ് എക്സിബിഷനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്. നിർവഹണ സഹായം അഖിൽ കെ അഭിരാമി. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.